NHS വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് ആരും അങ്ങനെ ഒരുപാട് ഫോക്കസ് ചെയ്യാത്ത ഒരു ഏരിയ ആണ്. കൊടുക്കുന്നുണ്ടായില്ല, പിന്നെയാണ് മീൻസ് അത് നമ്മൾ ആഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തുടങ്ങി. റീസെൻ്റ്ലി അതൊക്കെ നമുക്കൊന്ന് ആർക്കൈവ് അല്ലെങ്കിൽ ഒന്ന് തൽക്കാലത്തേക്ക് പോസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അതെന്ത് പറ്റി? ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് അമല ഫാത്തിമ. ഹായ്. NHS വർക്ക് ചെയ്യാണ്. അപ്പോൾ കുറേ പേരുടെ ആഗ്രഹമായിരിക്കും NHS എങ്ങനെ കയറി പറ്റുക, അതിൽ മീൻസ് ഒത്തിരി പേര് അപ്ലൈ ചെയ്തിട്ട് അവർക്കൊന്നും കിട്ടാറില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ബേസിക് അല്ലെങ്കിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ഇൻഫോർമേഷൻസ് തരാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് അമലേനെ പരിചയപ്പെടാം. ഹായ്. NHS ഇപ്പോൾ എന്താണ്, ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? കാരണം ഒത്തിരി പേര് ആഗ്രഹിക്കുന്ന ഫീൽഡാണല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയും. ഞാൻ NHS ക്ലിനിക്കൽ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സെക്ഷൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ് കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത്. നാട്ടിൽ ഞാൻ ആയുർവേദ ഡോക്ടറായിരുന്നു. ഇവിടെ വന്നിട്ട് പബ്ലിക് ഹെൽത്ത് എടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് പിന്നെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ റൂട്ടിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് NHS കിട്ടിയത്. ഓക്കെ, ഇപ്പോൾ നാട്ടിൽ ആയുർവേദം പഠിച്ച അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് പഠിച്ചവർ NHS ഒരുപാട് ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചത്? ഇപ്പോൾ ഞാൻ ഒരുപാട് വന്ന സമയം തൊട്ടേ കേട്ടിട്ടുള്ള കാര്യമാണ്, ആയുർവേദം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നുള്ളൊരു കാര്യം ഫസ്റ്റിൽ തന്നെ കേട്ടിട്ടുണ്ട്. ഇവിടെ ആകെ ഉള്ളൊരു ഹെൽത്ത് റിലേറ്റഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കെയർ ഹോംസ് മാത്രമായിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഫസ്റ്റിൽ തന്നെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു കെയർ ഹോംസിൽ കംപ്ലീറ്റ്ലി ആയിട്ട് ഒരു ഫുൾ ടൈം ജോബ് അല്ലെങ്കിൽ അതിൽ മാത്രം നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു തറോ ഡിസിഷൻ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ഞാൻ കെയർ ഹോമിൽ വർക്ക് ചെയ്തിട്ടുണ്ട് 3 months. ബട്ട് ഞാൻ അവിടുന്ന് എടുത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു കെയർ ഹോം വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് പേഷ്യൻസ് ആണുള്ളത്, റെസിഡൻസ് ആണുള്ളത്, അതുപോലെ അവരുടെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ സേഫ് ഗാർഡിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ നിന്ന് എടുത്തിട്ട് ബാക്കി എൻ്റെ ജോബിലേക്ക് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ സ്കില്ല് ഓർ ആപ്ലിക്കേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാണ് ഞാൻ ഈ കെയർ ഹോം എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്തിട്ടുള്ളത്. അതായത് അതിൽ നമ്മൾ സ്കിൽസ് ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ഒരിക്കലും അതിലേക്ക് മാത്രം നിൽക്കാതെ അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ട്രാൻസ്ഫറബിൾ സ്കിൽസ് NHS ആപ്ലിക്കേഷനിൽ അപ്ലൈ ചെയ്യണം. അതിപ്പോൾ ഏത് ഫീൽഡാണെങ്കിലും, ഇപ്പോൾ നമ്മൾ കസ്റ്റമർ സർവീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ റീറ്റെയിൽ സ്റ്റോറിൽ അങ്ങനെ എന്ത് ഇതിലാണെങ്കിലും, റെസ്റ്റോറൻറ്റ് ഫീൽഡിലാണെങ്കിലും അതിൽ നിന്ന് നമുക്ക് കുറച്ച് സ്കിൽസ് ഇതിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ ക്ലിനിക്കൽ റോൾ എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റ് ഫേസിങ് റോളല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പേഷ്യൻസിനോടുള്ള ആ ഒരു കെയർ, എംപതി, അതൊക്കെ നമ്മൾ ഏത് ഫീൽഡിലുള്ള ഇതാണെങ്കിലും നമുക്കത് ഇവിടെ പേഷ്യൻസ് എന്നുള്ള ആ ഇതിൽ കസ്റ്റമേഴ്സ് നമുക്ക് ഒരിക്കലും അവിടെ പറയാൻ പറ്റില്ല. അത്രയും കെയർ ചെയ്യുന്ന ആ ഒരു ഇതിലേക്ക് നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സ്കിൽസൊക്കെ ഹൈലൈറ്റ് ചെയ്താണ് നമ്മളിപ്പോൾ ആ റോളിൽ നിന്ന് ഇതിലേക്ക് വന്നത്. പിന്നെ ഞാൻ നാട്ടിൽ ഞാൻ പറഞ്ഞ ഓൾറെഡി ഞാൻ ആയുർവേദത്തിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു 1 year ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുണ്ട് നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വർക്ക് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗൈനക്കോളജി അല്ലെങ്കിൽ പീഡിയാട്രിക്, ജനറൽ മെഡിസിൻ, ഓർത്തോ, ഇതിനൊക്കെ ആയുർവേദപരമായിട്ടുള്ള നെയിംസ് ഉണ്ട്. ബട്ട് ഇതിന് നമുക്ക് ഇവിടെ എങ്ങനെ NHS ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഈ സെയിം ടൈപ്പ് ഓഫ് ജോബ് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് തന്നെ ആയിരിക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ചെയ്യുന്നത്. പക്ഷേ നമ്മളതിനെ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഏത് രീതിയിൽ നമ്മളതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമുക്ക് ജോബ് കിട്ടാനുള്ള ഒരു സാധ്യത. ഇപ്പോൾ സെക്ഷൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഞാൻ വർക്ക് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഒരു നമ്മുടെ നാട്ടിൽ അത്രയും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല. ഗൈനക്കോളജിയാണ് അതിനകത്ത് വരുന്നത്. പക്ഷെ അതിൽ നിന്നുള്ള ഒരുപാട് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പേഷ്യൻ്റ് ഫേസിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ NHS ആപ്ലിക്കേഷനിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത്
എടുക്കാൻ പറ്റും. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് NHS റിലേറ്റഡ് പോസ്റ്റ് ചെയ്തിരുന്നു അമല. അപ്പോൾ അതിൽ ഒത്തിരി പേർക്ക് യൂസ്ഫുള്ളായി. കുറേ സെഷൻസും ആൾ നടത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി അതൊക്കെ നമുക്കൊന്ന് ആർക്കൈവ് അല്ലെങ്കിൽ ഒന്ന് തൽക്കാലത്തേക്ക് പോസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അതെന്ത് പറ്റി? NHS വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. അത് ഈവൻ ഒരു NHSൻ്റെ നെയിം ആണെങ്കിൽ പോലും പല ട്രസ്റ്റുകളും അത് പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി ഇഷ്യൂസ് കാരണമാണ് എൻ്റെ വീഡിയോസൊക്കെ ഇപ്പം പോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അത് മീൻസ് ഇപ്പം നമ്മുടെ റോളാണെങ്കിലും അല്ലെങ്കിൽ അതൊന്നും ഇപ്പം അമല ഒന്നിനും ഡിസ്ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവർ NHSൻ്റെ ടാഗ് പോലും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ക്ലോസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അല്ലാതെ തന്നെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. സ്റ്റിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് വീഡിയോസ് NHS റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കുറച്ച് പോസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇൻസ്റ്റാ ത്രൂ അമലയായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത എല്ലാ രീതിയിലുള്ള മെൻറ്റർഷിപ്പും ഇപ്പോൾ NHS റിലേറ്റഡ് ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ആൾ പ്രൊവൈഡ് ചെയ്യും. ഇൻ്റർവ്യൂസിനാണെങ്കിലും ഇപ്പോൾ ഏത് ബാൻഡിലേക്കാണെങ്കിലും ഇപ്പോൾ ക്ലിനിക്കൽ റോൾസിലാണ് ഇപ്പോൾ അമല കൂടുതൽ സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്കത് എല്ലാ റോൾസിലേക്കും ആ ബേസിക് ഒരു ഇൻഫോ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാ ത്രൂ നിങ്ങൾക്ക് അമലേനെ കോണ്ടാക്ട് ചെയ്യാം. ആൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാനാണെങ്കിലും ഇപ്പോൾ NHSലാണ് വർക്ക് ചെയ്യുന്നത്, അമലയും NHSലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ആപ്ലിക്കേഷൻ പ്രോസസ്സിലും നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് സപ്പോർട്ടിങ് ഇൻഫോർമേഷൻ. അല്ലേ, ഫസ്റ്റൊന്നും ഞാൻ അതൊട്ടും കൊടുക്കുന്നുണ്ടായില്ല. പിന്നെയാണ് മീൻസ് അത് നമ്മൾ ആഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ സപ്പോർട്ടിങ് ഇൻഫോർമേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊന്ന് സപ്പോർട്ടിങ് ഇൻഫർമേഷനിൽ മെയിനായിട്ടും കീവേഡ്സ് തന്നെയാണ്. ഇപ്പം അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ വളരെ തറവായിട്ട് റീഡ് ചെയ്യുക. നമുക്ക് തോന്നുന്ന പോലെ എഴുതിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് മീൻസ് അതിന് റെലവെന്റ് ആയതായിരിക്കാം, പക്ഷെ നമ്മൾ ആ എഴുതി വരുമ്പോൾ അവർ അവരുടെ കീവേഡ്സ് തന്നെ. ഇപ്പോൾ ഇത് എന്തായാലും ട്രാക്ക് ചെയ്യുന്നത് ഒരു സിസ്റ്റമാണ്, ഒരിക്കലും ആൾക്കാരിരുന്ന് ട്രാക്ക് ചെയ്യുന്നില്ല. ഈവൻ ഒരു 100-200 ജോബ്സ് ആപ്ലിക്കേഷൻസ് വരെ അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം തീർച്ചയായിട്ടും അത് സിസ്റ്റമാണ് ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ കീവേഡ്സ് എത്രത്തോളം ആഡ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ എപ്പോഴും ഒരു സപ്പോർട്ടിംഗ് ഇൻഫർമേഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അവരുടെ ട്രസ്റ്റ് വാല്യൂസാണ്. മിക്ക എല്ലാ ട്രസ്റ്റിൻ്റെയും വാല്യൂസ് വളരെ സിമിലർ ആയിരിക്കും. ആ ട്രസ്റ്റ് വാല്യൂസിന് സിമിലറായിട്ട് ഉള്ള നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ്, സ്കില്ല്, എബിലിറ്റീസ് ഒക്കെ ഒരു ചെറിയ അവർക്ക് വായിക്കുമ്പോൾ ഒരു സ്റ്റോറി പോലെ തോന്നണം. നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റോറി പോലെ എഴുതുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഇപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണെങ്കിലും പേഴ്സൺ സ്പെസിഫിക്കേഷൻ ആണെങ്കിലും അതൊക്കെ വായിച്ച് അതിന് ആപ്റ്റ് ആവുന്ന രീതിയിൽ നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് പിന്നെ നമുക്ക് ഡിസൈറബിൾ സ്കിൽസ് ഇൻക്ലൂഡ് ചെയ്യാം. കൂടുതലും പേര് അവർ ഓൾറെഡി JD-യിൽ പറയുന്നുണ്ട് ഡിസൈറബിൾ അവർ എടുക്കില്ല എന്ന്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഏതൊരു ആപ്ലിക്കേഷനും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഡിസൈറബിൾ സ്കിൽസ് മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കേണ്ടതാണ്. പിന്നെ അതുപോലെ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് ആരും അങ്ങനെ ഒരുപാട് ഫോക്കസ് ചെയ്യാത്ത ഒരു ഏരിയ ആണ് റെലവൻറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് അതിനകത്തുണ്ട്. അത് എന്താ പറയുക, അത് ഉറപ്പായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ഒരു കോളമാണ്. ട്രെയിനിങ് ആൻഡ് എക്സ്ട്രാ ക്വാളിഫിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം നമ്മൾ ഈ ഒരു കൺട്രിയിൽ ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ഏതൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും അവർ തരുന്ന കുറച്ച് ട്രെയിനിങ് ആൻഡ് ക്വാളിഫിക്കേഷനിൽ വരുന്ന ഒന്ന് സേഫ് ഗാർഡിങ്, കോൺഫിഡൻഷ്യാലിറ്റി, ഇൻഫർമേഷൻ ഗവേണൻസ്, ഇതുപോലെ കുറച്ച് ഇൻഡക്ഷൻ ടൈമിൽ ഏതൊരു ജോബിനും അവർ നമുക്ക് ക്വാളിഫിക്കേഷൻസിനുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. ഇതെല്ലാം നിങ്ങൾക്ക് ജനറലായിട്ട് ഒരു സ്റ്റാർട്ടർ എന്നുള്ള നിലയിൽ ഈ ഒരു ട്രെയിനിങ് ആൻഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതെനിക്കും ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. കാരണം നമുക്കതിപ്പോൾ ചിലപ്പോൾ ചില രജിസ്ട്രേഷൻ ആണോ അതോ ഏതെങ്കിലും വേറെ ട്രെയിനിങ് ആണോ അവർ ചോദിക്കുന്നത് എന്നൊരു ഡൗട്ട്. പക്ഷെ നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള എന്തുണ്ടെങ്കിലും അതിലേക്ക് ആഡ് ചെയ്താൽ അത് ഇവൻ ഒരു 2 അല്ലെങ്കിൽ 3 ആയിട്ടുള്ള ഒരു 2-3 ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുള്ളൂ, അത് മതി. ബട്ട് നിങ്ങളത് എന്തായാലും എല്ലാ ജോബ്സിനും ഈ ഒരു ജനറലായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യും. അത് മസ്റ്റായിട്ടും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വോളണ്ടറി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും നമുക്ക് ഒരിക്കലും ഒരു ഡയറക്റ്റ് NHSൽ പെട്ടെന്ന് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് അവിടുന്ന് കുറച്ച് സ്മാർട്ടായിട്ട്
തിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ് വോളണ്ടറി ഓർഗനൈസേഷൻസ് ഒക്കെ ഇപ്പോൾ ഇവിടെ ഒരുപാടുണ്ട്. ഇപ്പോൾ ഒരു ക്ലിനിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ ഉണ്ട്, മൈൻഡ്, അങ്ങനെയൊക്കെ ഒരുപാട് ചാരിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇവരുടെ വോളണ്ടറി പ്രോഗ്രാംസിൽ നമ്മൾ വർക്ക് ചെയ്യുക, അവരുടെ സ്റ്റോറുകളിൽ നിൽക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു റെലവൻ്റ് ആയിട്ട് ഓക്കെ ഈ കാൻഡിഡേറ്റിന് കുറച്ച് ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നിയിട്ട് അവർ നമ്മളെ ഹയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാ റിക്രൂട്ടേഴ്സിനും അത് മനസ്സിലാവണമെന്നില്ല. അപ്പം നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് അവരുടെ ലെവൽ 3 അല്ലെങ്കിൽ ലെവൽ 4, 5, 6 എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി അവർക്ക് മനസ്സിലാവും ഓക്കെ ഇതാണ്. അല്ലെങ്കിൽ NVQ ലെവൽ 2, ലെവൽ 3 അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ളതാണ്. അതിന് നമുക്ക് നമ്മളെ എക്സ്പീരിയൻസ് സ്കില്ലുമായിട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഇപ്പോൾ മാസ്റ്റേഴ്സ് ആണെങ്കിൽ ലെവൽ 7 എന്ന് പറയും, ബാച്ചിലേഴ്സ് ഒക്കെ അപ്പോൾ ലെവൽ 6. ഓക്കെ. അപ്പം അങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്ത കുറച്ചുകൂടി ക്ലാരിറ്റി നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. നമുക്കിതെല്ലാം അറിയാം, അത് അവരുടേതായ രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കി കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. അല്ലാതെ അവര് നമ്മളെ വന്ന് കണ്ടുപിടിച്ച് ചെയ്യില്ല, നമ്മൾ തന്നെ അത് എക്സ്പോസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അവരെ അതാണ് ചിലപ്പോൾ പല കഴിവുണ്ടാവും, അവർ വായിക്കുമ്പോൾ അതിൽ മനസ്സിലായില്ലെങ്കിൽ അതിൽ പിന്നെ കാര്യമൊന്നുമില്ല. ഒരുപാട് പേരും ഇവിടെ നഴ്സിംഗ് ഫീൽഡും അങ്ങനത്തെ റോൾസൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ക്ലിനിക്കലായിട്ടുള്ള മറ്റ് റോൾസും അവൈലബിൾ ആണ്, മാത്രമല്ല നോൺ ക്ലിനിക്കൽ റോൾസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു അവയർനെസ് തരാൻ, ഇൻഫർമേഷൻ തരാൻ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി NHS റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഹെൽപ്സോ വേണമെങ്കിൽ അമലേൻ്റെ ഇൻസ്റ്റാ ത്രൂ നിങ്ങൾക്ക് റീച്ച് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായും. Thank you. Bye.